വടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. വടിയുടെ അറ്റത്തൊരു മഴയുണ്ട്. അത് സ്റ്റാർ തന്നെയാണല്ലേ? അങ്ങനെ കോസ്റ്റ്ലി. ഞാനിപ്പോൾ ഗുജറാത്തിലെ ഗീർ എന്ന സ്ഥലത്താണ്. കൃത്യമായി പറഞ്ഞാൽ ഗുജറാത്തിലെ സോമനാഥ് ജില്ലയിലെ സസാൻ ഗീർ എന്ന ചെറിയ ഗ്രാമത്തിലാണ്. ഗീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ സിംഹങ്ങളാണ്. ഒരിക്കൽ മെസ്സപ്പൊട്ടോമിയ, അറേബ്യ, പേർഷ്യ, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഏഷ്യാറ്റിക് സിംഹങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് ഗീർ വനം. 1884 ശേഷം സൗരാഷ്ട്രയ്ക്ക് വെളിയിൽ ഒരു ഏഷ്യാറ്റിക് സിംഹത്തെ പോലും കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2 ദിവസത്തെ സഫാരിക്കാണ് ഞാൻ കൂട്ടുകാരുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. 4 സഫാരിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. മനം നിറയെ സിംഹങ്ങളെ കാണാനുള്ള അവസരമാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചത്. കൂടാതെ മറക്കാനാവാത്ത ചില അനുഭവങ്ങളും. സസാൻ ഗ്രാമത്തിലെ സിൻഹ് സദനിൽ നിന്നാണ് ഗീർ ജംഗിൾ സഫാരികൾ നടത്തുന്നത്. ഗീറിന്റെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ പ്രദർശിപ്പിക്കുന്ന 13 വ്യത്യസ്ത റൂട്ടുകൾ ഇവിടെയുണ്ട്. സഫാരി പെർമിറ്റ് ലഭിക്കുന്നതിന് സന്ദർശകർ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി ബുക്ക് ചെയ്യണം. രാവിലെ 5 മണിക്കുള്ള ഇവിടുത്തെ തിരക്കാണിത്. അതുകൊണ്ട് 3 മാസം മുമ്പ് ബുക്കിംഗ് തുറക്കുമ്പോൾ തന്നെ സീറ്റ് ഉറപ്പാക്കണം. പാർക്കിനുള്ളിലെ നിയുക്ത റൂട്ടുകളിലൂടെ പരിശീലനം ലഭിച്ച പരിചയസമ്പന്നരായ എക്കോ ഗൈഡുകളോടൊപ്പം തുറന്ന വാഹനങ്ങളിലാണ് ഇത് നടത്തുന്നത്. രാവിലെയും വൈകുന്നേരമുള്ള സഫാരി സെഷനുകൾ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. തിരഞ്ഞെടുക്കുന്ന വാഹനം, ഗൈഡുകൾ, സേവനങ്ങൾ തുടങ്ങിയവയെ ആശ്രയിച്ച് പ്രവേശന ഫീസും ഗൈഡ് ചാർജുകളും ഉൾപ്പെടെ സഫാരിയുടെ റേറ്റ് സാധാരണയായി ഒരു വാഹനത്തിന് 4000 രൂപ മുതൽ 6000 രൂപ വരെയാകാം. ക്യാമറകൾക്ക് 200 രൂപ അധികമായി നൽകണം. ഗീർ സഫാരി പാർക്കിന്റെ ഭാഗമായ മറ്റൊരു സോണാണ് ഗീർ ഇന്റർപ്രിട്ടേഷൻ സോൺ അഥവാ ദവാലിയ പാർക്ക്. ഈ പ്രത്യേക സോൺ ഗീർ വനത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. ഗീർ നാഷണൽ പാർക്കിലെ വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറയ്ക്കുന്നതിനും സഫാരി പെർമിറ്റ് ലഭിക്കാൻ കഴിയാത്ത വിനോദസഞ്ചാരികൾക്ക് അവസരം നൽകുന്നതിനുമായിട്ടാണ് ഗീർ ഇന്റർപ്രിട്ടേഷൻ സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രത്യേക പ്രദേശം സൃഷ്ടിച്ചത്. ഇവിടുത്തെ 45 മിനിറ്റ് ദൈർഘ്യമുള്ള സഫാരിയിൽ സിംഹങ്ങളെയും പുള്ളിപ്പുലികളെയും ഉറപ്പായും കാണാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ആകർഷണം. ഈ നിയന്ത്രിത പരിസ്ഥിതിയിലുള്ള ആവാസ വ്യവസ്ഥ മനുഷ്യ വന്യജീവി സംഘർഷ സാഹചര്യങ്ങളിൽ നിന്നോ മറ്റ് അടിയന്തരാവസ്ഥകളിൽ നിന്നോ രക്ഷിക്കപ്പെട്ട മൃഗങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ ഈ വീഡിയോ കണ്ടു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ സഫാരി ആരംഭിക്കുകയാണ്. സൗരാഷ്ട്ര മേഖലയിലെ ഗീർ വനം ജുനാഗഡ്, ഗീർ സോംനാഥ്, അമ്രേലി എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗീർ ദേശീയോദ്യാനം, ഗീർ വന്യജീവി സങ്കേതം, പനിയ വന്യജീവി സങ്കേതം, മിത്യാല വന്യജീവി സങ്കേതം, സംരക്ഷിതമായ വനങ്ങളുടെ ഒരു ബഫർ എന്നിവ ഉൾപ്പെടുന്ന ഏകദേശം 1880 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വിശാലമായ വനപ്രദേശമാണ്. ഞങ്ങളുടെ ഗൈഡ് ഗീറിന്റെ ചരിത്രവും സിംഹങ്ങളുടെ പെരുമാറ്റ രീതിയും ഈ വനപ്രദേശത്തിന് ചുറ്റുമായി താമസിക്കുന്ന ആളുകളെ പറ്റിയുമൊക്കെ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രം യാത്ര ചെയ്യുവാൻ അനുവാദമുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കുറച്ച് മുൻപോട്ട് ചെന്നതിന് ശേഷം വനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഗീർ എന്ന പേര് ഇവിടുത്തെ ചെറുതും പരുക്കനുമായ കുന്നുകളുടെ ഒരു കൂട്ടമായ ഗീർമല എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വരണ്ട ഇലപൊഴിയും വനമായ ഗീർ സാവന്നകൾ, പുൽമേടുകൾ, കുന്നുകൾ എന്നിവയൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി നദികളും അണക്കെട്ടുകളും വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന പ്രധാന ജലാശയങ്ങളാണ്. 41 ഇനം സസ്തനികൾ, 47 ഇനം ഉരകങ്ങൾ, 300 തരം പക്ഷികൾ എന്നിവ ഉൾപ്പെടെ 600-ലധികം കാട്ടുമൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും വൈവിധ്യമാർന്ന കൂട്ടായ്മ ഈ പ്രദേശത്തെ സമ്പന്നമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കോളനിക്കാർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ക്ഷണിതാക്കളായി വേട്ടയാടുന്നതിനായി ഈ പ്രദേശം സന്ദർശിക്കാറുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇവിടുത്തെ ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം കേവലം 1 ഡസനായി കുറഞ്ഞു. ഗീറിലെ സിംഹങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതാണ് ജുനാബ് നവാബിനെ ഈ സങ്കേതം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത പ്രദേശങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ സങ്കേതം ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്ന ഏഷ്യയിലെ ഏക സ്ഥലമാണ്. സർക്കാർ വനം വകുപ്പിന്റെയും വന്യജീവി പ്രവർത്തക
പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും പരിശ്രമ ഫലമായാണ് ഇന്ന് ഗീർ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നത്. 1400 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്നതാണ് ഗീർ സാങ്ച്വറി. 2015 സെൻസസ് പ്രകാരം 109 ആണും 201 പെണ്ണും 213 കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 523 സിംഹങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 2020 സിംഹങ്ങളുടെ ആകെ എണ്ണം 674 വർദ്ധിച്ചതായും അവയെല്ലാം ഗീർ പരിസരത്താണ് വസിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യാറ്റിക് സിംഹം, ഇന്ത്യൻ പുള്ളിപ്പുലി, കാട്ടുപൂച്ച, വരയുള്ള ഹൈന, ഗോൾഡൻ കുറുക്കൻ, ബംഗാൾ കുറുക്കൻ, ഇന്ത്യൻ ഗ്രേ മംഗൂസ്, റെഡ്ഡി മംഗൂസ്, ഏഷ്യാറ്റിക് വൈൽഡ് ക്യാറ്റ് എന്നിവ അവയിൽ ചിലതാണ്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ലയൺ സൈറ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. മരങ്ങളുടെ ഇടയിലൂടെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് ദൂരെയായി 2 പെൺസിംഹങ്ങളും 2 കുട്ടികളുമാണ്. കുട്ടികൾ അമ്മയുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടെ ഞങ്ങളുടെ അടുത്തുള്ള രണ്ടാമത്തെ സിംഹം അവരുടെ ചാട്ടമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങളെയും നോക്കുന്നുണ്ട്. ഏത് പ്രൈഡിലുള്ള സിംഹങ്ങളാണ് എന്നറിയാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ സഫാരി തുടരുകയാണ്. പശുക്കളെയും പോത്തുകളെയും മേയിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്ന തിരക്കിലാണ് ചില ആളുകൾ. ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ചപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഗിർ വനത്തിലും പരിസര പ്രദേശങ്ങളിലും തലമുറകളായി ജീവിച്ചു വരുന്ന വന്യജീവികളുമായി സൗഹാർദ്ദപരമായ ബന്ധം വളർത്തിയെടുത്ത അർദ്ധനാടോടികളായ കന്നുകാലി മേയ്ക്കുന്നവരും പ്രൊഫഷണൽ ഇടയന്മാരുമായ മാൽധാരി, കാത്തി സമൂഹങ്ങൾ വസിക്കുന്ന ഗ്രാമങ്ങളാണ് ഇവയൊക്കെ. ഗിർ വനത്തിലും പരിസരത്തും താമസിക്കുന്ന വംശീയ വിഭാഗങ്ങളിൽ ഒന്നാണ് കാത്തി അല്ലെങ്കിൽ സിദ്ധി സമൂഹം. ജുനാഗഡിലെ നവാബിന്റെ ഭരണകാലത്ത് ആഫ്രിക്കൻ അടിമകളെ ഈ പ്രദേശത്തേക്ക് തൊഴിലാളികളായി കൊണ്ടുവരികയും കൃഷിക്കായി അവർക്ക് ഗിർ വനത്തിലെ ഭൂമി പാട്ടത്തിന് നൽകുകയും ചെയ്തു. കാലക്രമേണ ഈ ആഫ്രിക്കൻ കുടിയേറ്റക്കാരിൽ ചിലർ പ്രാദേശിക സമൂഹങ്ങളുമായി വിഭാഗിതരാവുകയും ഈ വനമേഖലയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഒരു സവിശേഷ സംസ്കാരവും ജനിതക പൈതൃകവുമുള്ള കാത്തി ജനതയുടെ രൂപഭാവവും സാംസ്കാരിക ആഘോഷങ്ങളും ആഫ്രിക്കൻ ജനതയോട് വളരെ സാമ്യമുള്ളതാണ്. അവരുടെ പരമ്പരാഗത തൊഴിലുകളിൽ കൃഷി, കന്നുകാലി വളർത്തൽ, വനം വകുപ്പിൽ വനപാലകരായും ഗൈഡുകളായും ജോലി ചെയ്യൽ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ന് ഗീർ വനത്തിൽ 4500 പേർ താമസിക്കുന്ന 14 ഇത്തരം കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. മാൽധാരികൾക്കും കാത്തികൾക്കും പരമ്പരാഗതമായി ഒരു സഹവർത്തിത്വ ബന്ധമുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ആവശ്യ വസ്തുക്കൾക്കും അവർ പരസ്പരം ആശ്രയിക്കുന്നു. എന്നാൽ അവരുടെ കന്നുകാലികൾക്ക് നേരെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് അവർ ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കുറച്ചു മുമ്പ് കണ്ടതുപോലെ പ്രയാസമില്ലാതെ ഇരപിടിക്കാം എന്നതിനാൽ ഈ ഗ്രാമങ്ങളുടെ പരിസരത്ത് സിംഹങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പാട്ടത്തിന് നൽകിയ ഭൂമി പണയപ്പെടുത്താൻ അനുവാദമില്ലാത്തതിനാൽ അവർക്ക് ബാങ്ക് വായ്പ ലഭിക്കുന്നില്ല എന്നത് അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നേരെ മറിച്ച് വനവിഭവങ്ങളുടെയും കാലിത്തീറ്റയുടെയും അമിത ഉപയോഗവും വർദ്ധിച്ചു വരുന്ന അവരുടെ ജനസംഖ്യയും വനജീവികളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇക്കാരണങ്ങളാലൊക്കെ അടുത്ത കാലത്തായി ഈ പ്രദേശത്തെ സമാധാനപരമായ സഹവർത്തിത്വത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതാ ഞങ്ങളുടെ വഴി മുടക്കിക്കൊണ്ട് ഒരാൾ റോഡിന്റെ നടുവിൽ. എങ്കിലും കാട്ടിൽ ഇവർക്കാണ് പരിഗണന. നമ്മൾ നിന്നു കൊടുക്കണം. ഇന്ത്യയിലും ശ്രീലങ്കയിലും കണ്ടുവരുന്ന ഒരുതരം ആമയാണ് ഇന്ത്യൻ നക്ഷത്രയാമ. മണിക്കൂറിൽ 50 മീറ്റർ വരെ സഞ്ചരിക്കുന്ന ഇവർക്ക് 80 വർഷങ്ങൾ വരെ ആയുസുണ്ട്. കൂടുതലും തനിയെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഇവ. ഓമന മൃഗമായി വളർത്തുവാനും ഇതിന്റെ ഇറച്ചിക്ക് ഔഷധ ഗുണമുണ്ടെന്ന അന്ധവിശ്വാസവും കാരണം ധാരാളമായി വേട്ടയാടപ്പെടുന്ന ഒരു മൃഗമാണിത്. മനുഷ്യരാണ് ഇവരുടെ പ്രധാന ശത്രുക്കൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അടുത്തുള്ള മരത്തിന്റെ പൊത്തിലുണ്ട്. സുന്ദാസ്കോപ്സ് മൂങ്ങയാണത്. അടുത്ത എവിടെയോ ലയൺ സൈറ്റിംഗ് ഉണ്ട് എന്ന വിവരം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. ഒരു സബഡൽറ്റായ പെൺസിംഹം എല്ല് കടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇന്ന് ഇര പിടിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു. എല്ല് കണ്ടിട്ട് അതിൽ മാംസമുള്ള ലക്ഷണം ഒന്നുമില്ല. കുറെ അകലെയായി മരങ്ങൾക്കിടയിലായിട്ടാണ് അവൾ കിടക്കുന്നത്. അതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല. കുറെ സമയം നോക്കിയിരുന്നിട്ടും അവൾ അതിൽ നിന്നും പിന്മാറുന്ന ലക്ഷണം കണ്ടില്ല. അതിനാൽ ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. അഞ്ച് സിംഹങ്ങളെ കണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. ആദ്യത്തെ ദിവസത്തെ സഫാരിയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. നാളെയും ഞങ്ങൾക്ക് ധാരാളം സിംഹങ്ങളെ കാണാൻ സാധിച്ചു. ആ കാഴ്ചകളൊക്കെ കാണാൻ മറക്കരുതേ.